12 വർഷത്തിലൊരിക്കൽ മാത്രം വിരിയുന്ന നീലക്കുറിഞ്ഞിപ്പൂക്കൾ തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരും പരിസരത്തെ മലനിരകളിലും പൂത്തുലങ്ങിയിരിക്കുകയാണ്. എന്നാൽ പൂക്കൾ കാണാൻ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനശല്യം രൂക്ഷമായ നാടുകാണി വനമേഖലയിലേക്ക് പ്രവേശനം വനവകുപ്പ് വിലക്കി. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്നുള്ള നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ മേഖലയിലെ മലഞ്ചെരിവുകളിലാണ് ഈ വർഷം നീലക്കുറിഞ്ഞി വ്യാപകമായി വിരിഞ്ഞിരിക്കുന്നത്. തുടർച്ചയായ മഴയെ തുടർന്ന് പച്ചപ്പണിഞ്ഞ മലനിരകൾക്കിടയിൽ വിരിഞ്ഞു നിൽക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കൾ മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. തമിഴ്നാട് മാത്രമല്ല, കേരളവും കർണാടകവും ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികളും ഈ അപൂർവ കാഴ്ച കാണാൻ ഗൂഡല്ലൂരിലേക്കും നാടുകാണി മേഖലയിലേക്കും എത്തുന്നുണ്ട്. എന്നാൽ നാടുകാണി വനമേഖല കാട്ടാനകളുടെ സാന്നിധ്യം കൂടുതലുള്ള പ്രദേശമായതിനാൽ സഞ്ചാരികൾക്ക് പ്രവേശനം വനവകുപ്പ് നിരോധിച്ചിട്ടുണ്ട്. വിലക്കുണ്ടായിട്ടും ചിലർ വനമേഖലയിലേക്ക് അതിക്രമിച്ചു കയറി ചിത്രങ്ങളും സെൽഫികളും പകർത്തുന്നതായി വനവകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് വനപാലകർ മേഖലയിൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തി. വിലക്ക് ലംഘിച്ച് വനമേഖലയിലേക്ക് പ്രവേശിക്കുന്നവർക്കെതിരെ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി.